അപ്പോഴേ സിവിൽ എക്സൈസ് ഓഫീസർ എക്സാം എഴുതാൻ പോകുന്ന നിങ്ങൾക്ക് ഇതാ ചെറിയൊരു ടിപ്പ്. നമ്മൾ ഡ്രൈ ഡേ ആയിട്ട് അല്ലെങ്കിൽ മദ്യ വിൽപ്പനശാലകൾ അടച്ചിടുന്ന കുറച്ച് ദിവസങ്ങൾ ക്വസ്റ്റ്യൻ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഗാന്ധി ജയന്തിക്ക് ഡ്രൈ ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്, മദ്യശാലകൾ അടച്ചിടുന്നുണ്ട്. ശ്രീനാരായണ ജയന്തിക്കും അതുപോലെ തന്നെ അടയ്ക്കുന്നുണ്ട്. ശ്രീനാരായണയുടെ സമാധിക്കും അടയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജനുവരി 30 നമുക്കറിയാം രക്തസാക്ഷി ദിനം, അന്നും മദ്യശാലകൾ അടച്ചാണ് ഉണ്ടാകുന്നത്. വിൽപ്പന നിരോധിച്ച ദിവസങ്ങളാട്ടോ പറയുന്നത്. വിൽപ്പന നിരോധിച്ച ദിവസങ്ങളാണ് ഈ ഡ്രൈ ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഗാന്ധി ജയന്തി, അതുപോലെ തന്നെ ഗാന്ധിജിയുടെ മരിച്ച രക്തസാക്ഷി ദിനം ഒക്ടോബർ 2 ജനുവരി 30 അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ജയന്തി, ശ്രീനാരായണ ഗുരു സമാധി. അതുപോലെ തന്നെ പൊതു തെരഞ്ഞെടുപ്പ് ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പൊതു തെരഞ്ഞെടുപ്പ് അതുപോലെ അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ്, പൊതു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിയോജക മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് അവസാനിക്കുന്ന സമയം വരെയുള്ള 48 മണിക്കൂറും അതുപോലെ തന്നെ വോട്ടെണ്ണൽ ദിവസവും മുഴുവനും എന്തായിരിക്കും, ഡ്രൈ ഡേ ആയിരിക്കും. അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പ്, ഉപതെരഞ്ഞെടുപ്പ് അവിടെയും 48 മണിക്കൂറും അതുപോലെ തന്നെ വോട്ടെണ്ണൽ ദിവസം മുഴുവനും എന്തായിരിക്കും, ഡ്രൈ ഡേ ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ എല്ലാ ഇംഗ്ലീഷ് മാസം 1-ാം തീയതിയും എന്താണ്, ഡ്രൈ ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്. ദുഃഖ വെള്ളിക്ക് ഡ്രൈ ഡേ ആണ് എന്ന് മനസ്സിലാക്കുക. അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലഹരി വിരുദ്ധ ദിനം ജൂൺ 26 എന്താണ്, ഡ്രൈ ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി, ഒരു ടിപ്പ് കൂടി പറഞ്ഞല്ല, സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ അന്ന് നമുക്ക് എന്താണ്, ഡ്രൈ ഡേ അല്ല. ഒരു ക്വസ്റ്റ്യൻ ആണ്, 2-3 ഓപ്ഷൻ തന്നിട്ട് താഴെ തന്നിരിക്കൽ ഡ്രൈ ഡേ അല്ലാത്ത ദിവസം ഏതായിരിക്കും, അത് സ്വാതന്ത്ര്യ ദിനം എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതെന്താണ്, ഡ്രൈ ഡേ അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു. എക്സാം അടിപൊളിയായിട്ട് എഴുതാം.